ഡൈക്ലോഫെനാക് എന്ന് പറഞ്ഞാണ്. സോ അതാണ് ജനറിക് നെയിം. ഇവരിപ്പോ ഷോ ഓഫ് ചെയ്യാം ജനറിക് നെയിം ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യം ഭക്ഷണത്തിനെ പറ്റി സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ട്. ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അങ്ങനെ വന്ന് പോകുന്നു. ചിലപ്പോൾ സ്ഥിരമായിട്ട്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് രാവിലെ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് മോഹൻലാലാണ്, ഇങ്ങനെ ചിരിഞ്ഞിട്ടൊക്കെ എനിക്ക് നടക്കാൻ പറ്റില്ല. എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വടി വെച്ച് കെട്ടിയ പോലെ സ്റ്റിഫ്. നമ്മളൊരു ബാക്കിൽ ഭയങ്കര ഒരു വലിയൊരു കല്ല് വെച്ചിട്ട് നടക്കാൻ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് ഒരു ചുമച്ചാൽ ഞാൻ വീഴും. ചുമക്കൽ തുമ്മലൊന്നും പറ്റില്ല. അപ്പോൾ അതെന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനെ പറഞ്ഞ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് തലവേദന കഴിഞ്ഞാൽ നെക്സ്റ്റ് കോമൺ പെയിൻ എന്നാണ് പറയുന്നത്. കാരണം ഒരാളുടെ ലൈഫിൽ ബിഫോർ യു ലീവ് ജനിച്ച് മരിക്കണതിനുള്ളിൽ ഒരു തവണയെങ്കിലും ബാക്ക് പെയിൻ അനുവദിക്കാത്ത ഒരു ആളുണ്ടാവില്ല. ഫോർ വാട്ട് എവർ റീസൺ. ചിലപ്പോൾ ഒരു പനി വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ആവാം. ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അത്ര കോമൺ ആണ് നമ്മുടെ ലൈഫുമായിട്ട്. ബട്ട് അത് എപ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ലൈഫിന് അത് മാറ്റം വരുത്തുക. അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യാൻ പറ്റാണ്ട് വരിക. അല്ലെങ്കിൽ ഇഫ് യു ആർ വർക്കിങ്ങിന് ലോസ് ഓഫ് വർക്ക്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അറിയാമല്ലോ, ലോസ് ഓഫ് വർക്ക് വെച്ചിട്ടാണ് ഒരു ബാക്ക് പെയിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരാളുടെ എത്ര വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടുന്നുണ്ട് ബാക്ക് പെയിൻ. അതാണ് അവരുടെ ഇൻഷുറൻസ് ബേർഡൻ, അവരുടെ ഫിനാൻഷ്യൽ ബേർഡൻ ഒക്കെ അതുകൊണ്ട് അസസ് ചെയ്യുന്നത്. പലരും ബാക്ക് പെയിൻ മിമിക് ചെയ്യുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അതായത് ഒരു 50% ഓഫ് ദ ബാക്ക് പെയിൻ ഇസ് എന്താ പറയുക ഫങ്ഷണൽ. അതായത് ആൾക്കാർ ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്ന ഒരു കാരണമായിട്ട് വരെ പറയും. അത് യു കനോട്ട് വാലിഡേറ്റ്. ആയതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, അതിനൊരു ഇതില്ല, ഒരു അളവ് പോലില്ല. ബട്ട് അത് നമ്മുടെ ഡെയിലി റുട്ടീൻസിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കോമൺ മാൻ ഇപ്പം ഡെയിലി രാവിലെ എണീറ്റിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പെയിന്റർമാർ തൊട്ട് ഈവൻ സപ്പോസ് ഈ ലൂസേഴ്സ് ഒരു മാസത്തിൽ അവൻ്റെ 10 ദിവസം പണി പോയി കഴിഞ്ഞാൽ പല വീടുകളും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. അപ്പം അത് നമ്മൾ ടാക്കിൾ ചെയ്യലാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ. ഒരാളുടെ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഉണ്ടാൽ തന്നെ തിരിച്ച് അയാളുടെ ജോലിയിലോട്ട് അല്ലെങ്കിൽ അയാളുടെ നോർമൽ ലൈഫ് പാറ്റേണിലോട്ട് കൊണ്ടുവരിക. ഇപ്പം നമ്മൾ ജോലിക്കാരെ മാത്രമല്ല, ഈവൻ ഹൗസ് വൈഫ്, ഒരു നമ്മുടെ വീട്ടിലെ വൈഫ് അല്ലെങ്കിൽ അമ്മമാർ ബാക്ക് പെയിൻ ആയിട്ട് 2-3 ദിവസം നേരത്തെ ദിവസം പറഞ്ഞ പോലെ ഒരാഴ്ച കിടന്നു പോയാൽ തീർന്നില്ലേ? ഓൾ ആ നമ്മുടെ റിതം തന്നെ പോയി. അപ്പൊ അത് തിരിച്ച് നമ്മള് വീട്ടിൽ കയറിയിട്ട് അച്ഛ എന്നല്ലോ വിളിക്കുക, അമ്മയെ വെള്ളം അല്ല. ഈവൻ അച്ഛനോടൊരു കാര്യം പറയണമെങ്കിൽ തന്നെ അത് അമ്മയോട് ഇങ്ങനെയൊക്കെയാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത്. അമ്മമാരും മക്കളുടെ കാര്യത്തിലില്ല. ഇപ്പൊ എനിക്കിപ്പോ ഓൾമോസ്റ്റ് ഒരു 49 years ആയി. ഇന്നലെയും അമ്മ വിളിച്ചിട്ട് എങ്ങനെയുണ്ടോ, പനിയുണ്ടോ, സുഖമുണ്ടോ, മനസ്സിലായി? ആ ഒരു ഏജ് അല്ല അവിടെ മക്കൾക്ക്. ഇപ്പൊ അമ്മയ്ക്ക് എപ്പോഴും മക്കളെന്ന് പറയുമ്പോൾ കൊട്ടെന്ന് പറഞ്ഞല്ലേ, എത്ര ആയാലും അമ്മ വിളിച്ച മോനെ എങ്ങനെയുണ്ടാ അല്ലേ? 4 ദിവസം വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ അഞ്ജനയോട് ചോദിക്കില്ല, മോനോടായിരിക്കും ചോദിക്കുക. ആണോ? എന്നോട് ചോദിക്കുള്ളൂ, മോനോട് ചോദിച്ചാൽ മോൻ ചീത്ത അതല്ല, മോന്റെ വിവരം അന്വേഷിക്കും. ആ കുട്ടിന്റെ ശബ്ദം ഒന്നും ഇതായല്ലോ. അതുപോലെ ഇന്നലത്തെ ഇതിനകത്ത് കുട്ടം കുറച്ച് ഇന്നലെ അത് സോ ദാറ്റ് റിഫ്ലക്ട്സ് ഒരു കുടുംബത്തിന്റെ ഒരു ഭദ്രതയാണ് നമ്മളിപ്പോൾ ഈ ഒരാളുടെ ഫങ്ഷണബിലിറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾ 2 ദിവസം കടന്നുപോയി. അപ്പം അതിൽ നിന്ന് നമ്മളിപ്പോൾ എത്ര പെട്ടെന്ന് കമ്മിങ് ബാക്ക് ടു നോർമൽ, അതാണിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സയൻസ്. പറഞ്ഞ പോലെ സയൻസ് അത്രമാത്രം അഡ്വാൻസ് ചെയ്തു. ദാറ്റ് ഡു ലെസ് ഗിവ് മോർ, ലെസ് ഇസ് മോർ എന്ന് പറഞ്ഞൊരു അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ചൊല്ല് തന്നെ എങ്ങനെയാണല്ലോ. അപ്പോൾ കൂടുതൽ ചെയ്യാതെ മാക്സിമം റിസൾട്ട്സ് കൊടുക്കുക. അപ്പം ബാക്ക് പെയിനുമായിട്ട് 3 മാസം ഒഴിയാൻ പോയി, അല്ലെങ്കിൽ മറ്റ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് യുനാനി ട്രീറ്റ്മെൻറ്റ്സ്, ഇതൊന്നും മോശമെന്നല്ല പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ക്വയറ്റ് എ ലോട്ട് ഓഫ് യുവർ ടൈം. ശരിയല്ലേ? നമ്മളിപ്പം നീ ആയുർവേദം ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തില്ലേ? മാസങ്ങളോളം പോയി കിടക്കുക, എല്ലാത്തിനും പറ്റില്ല. ആയുർവേദം ചില കേസുകളിൽ ഇറ്റ് മേ വർക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റം ചില കേസുകളിൽ ഇറ്റ് മേ വേഴ്സൺ ഓൾസോ. അതിന്റെ ഡയഗ്നോസ് കറക്റ്റ്. ഒരു അസുഖത്തിന് ഒരു ഡയഗ്നോസേ ഉള്ളൂ, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ ഒരു അസുഖമാണെങ്കിൽ ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ അതിനൊന്നെങ്കിൽ ടൈഫോയിഡ്, അല്ലെങ്കിൽ ഡെങ്കു, അല്ലെങ്കിൽ മലേറിയ. ആ അസുഖം എന്താണ് ഡയഗ്നോസ് ചെയ്യാണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. റോങ് ട്രീറ്റ്മെന്റ്. പാരസെറ്റമോൾ എല്ലാത്തിനും ഒരു കോമൺ എഫക്റ്റ് ആണ്, പനി കുറയും. എന്താണ് നമ്മളതിന്റെ മരുന്ന്, അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിൽ നിന്നാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട്. എന്തിന്റെ പനി? ഈ ബാക്ക് പെയിൻ തന്നെ 100 കണക്കിന്, ഫ്രം ഇൻഫെക്ഷൻ ടു ഒരു മൂത്രപ്പഴുപ്പ് കൊണ്ട് ടു ട്യൂമേഴ്സ്, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ ആവും. അതിലേക്ക് ഏറ്റവും ലേഡീസ് വരുന്നതിൽ ഞങ്ങൾ സ്ക്രീൻ ചെയ്യുന്ന ആദ്യം അൾട്രാസൗണ്ട് എടുക്കും. ഫൈബ്രോയിഡ് ഉണ്ടോ,
യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അവരുടെ ഈ ഗർഭപാത്രത്തിന് ഏറ്റവും ഇൻഫെക്ഷൻസ് വല്ലതും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ MRIക്ക് തന്നെ പോകും, പിന്നെ എക്സ്റേ എടുക്കും. മനസ്സിലായി? അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പോയില്ലെങ്കിൽ, വൺസ് വി ഡോണ്ട് ഹാവ് എ ഡയഗ്നോസിസ്, ഒരു ഇന്ന അസുഖമാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ പിന്നെ എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ എന്താ ഏറ്റവും യൂഷ്വലായിട്ട് വരുന്നത്? കോമണസ്റ്റ് ഈ ബാക്ക് പെയിൻ അസ് ഒരു അസുഖമായിട്ട് പറഞ്ഞ അതിൻ്റെ കോമണസ്റ്റ് റീസൺ ഡിസ്കോജനിക് ആണ്. അതായത് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഇടയ്ക്കുള്ള കുഷൻ അറിയാമല്ലോ, നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബേഴ്സ് പോലെ നട്ടലിൻ്റെ ഇടയ്ക്കുള്ള ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. അത് അതാണ് നട്ടലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഏറ്റവും വീക്ക് പോയിന്റ്. അതിനകത്തൊരു ജെല്ല് പോലൊരു സാധനമുണ്ട്, അതിന് ചുറ്റും ഒരു ഫൈബർ ഉണ്ട്. അപ്പം അത് എല്ലാ കണ്ടിന്യൂ നമ്മൾ ഇരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഈവൻ കിടന്നിട്ട് ബെഡിൽ തിരിയുമ്പോഴൊക്കെ അത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹാർട്ട് പോലെ തന്നെ അതിന് റെസ്റ്റ് ഇല്ലാത്ത, ഉറങ്ങുമ്പം സ്ട്രെയിറ്റ് കിടക്കുമ്പോൾ മാത്രം എന്നുള്ള അല്ലാത്ത പോലെ സ്റ്റിൽ അതിനകത്തൊരു ഇൻട്രാ ഡിസ്കൽ ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ ഒരു പരിധി വിട്ട് ഓവറായിട്ട് കൂടുക. ചിലപ്പോൾ നമ്മൾ നാഞ്ഞ് തുമ്പി അതിൽ ഓർമ്മയില്ലാണ്ട് ഒരു സാധനം പെട്ടെന്ന് എടുത്തു, കുഴിച്ചാടി, കാറൊന്ന് കഴുകാൻ വേണ്ടി നമ്മളൊന്ന് ടയർ ഉരയ്ക്കാൻ വേണ്ടി കുഴി. സോ സിമ്പിളായിട്ടുള്ള ഒരു ഇണക്ക് തെറ്റി അടി തെറ്റിയാൽ ആന വീഴുമെന്ന് പറഞ്ഞാൽ അമ്മാവൻ ഒരാവശ്യമില്ലാതെ, പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാതെ എണീമ്പലൊന്ന് കയറിയതാ, ഓർമ്മയുണ്ടാ? എന്നിട്ട് പ്രശ്നം വന്നിട്ട് ഏകദേശം 6 മാസം കാലം അത്ര സിമ്പിളായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ ബാക്ക് പെയിൻ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്നത്. നമ്മളൊരു കുട്ടിയെ കണ്ട് കുട്ടി കൈ കാണിക്കും, നമ്മൾ എടുക്കും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടലാണ് ഫസ്റ്റ് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഇൻഡ്യൂഷൻ. നമുക്കൊരു ഇൻഡ്യൂഷൻ വരുമല്ലോ, പിന്നെ എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ എന്താ പറയുക, നിസ്സാരമാക്കി വെക്കാണ്ട് ഗോ ടു നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ ഫാമിലി ഡോക്ടർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒഫ്താൽമോളജിസ്റ്റ് ആയിക്കോട്ടെ, ഫിസിഷ്യൻ ആയിക്കോട്ടെ, കൺസൾട്ട് ചെയ്യ ഡോക്ടർ എനിക്ക് ഇന്ന പോലെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇഫ് ഹീ ഈസ് ദ റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ കറക്റ്റ് പേഴ്സൺ ആണ്, ഹീൽ ടെൽ യു ഓക്കെ നിനക്ക് ഡിസ്കിൻ്റെ ആണെന്ന് തോന്നുന്നു, നീ ഗോ ടു ദിസ് പേഴ്സൺ ഓർ ഗോ ടു ദിസ് പേഴ്സൺ. അല്ലെങ്കിൽ ഇഫ് ഹീസ് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്, നീ ഒരു എക്സ്റേ ഇടല്ലേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. സോ ദാറ്റ് സ്റ്റാർട്ട്സ്. ആ ഒരു പ്രോസസ്സ് അവിടെ നിന്ന് നമ്മൾ തുടങ്ങി വെക്കലാണ് അതിൻ്റെ ഫസ്റ്റ്. നിസ്സാരവൽക്കരിക്കാതിരിക്കുക. കാരണം ഡിസ്ക് ഇപ്പം ഞാൻ പറഞ്ഞു, ചെറിയൊരു ബാക്ക് പെയിൻ ഉള്ളൊരു കുട്ടി കഴിഞ്ഞ മാസം ഡയഗ്നോസ് ആസ് എ ട്യൂമർ. മനസ്സിലായില്ല? സോ അത് 6 മാസമായിട്ട് കൊണ്ടു നടക്കുക. ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്തിരുന്നത് ബെറ്റർ ആയിരുന്നു അല്ലേ? ബെറ്റർ ട്രീറ്റ്മെന്റ്. ബോൺ ക്യാൻസർ ആണ്, നോട്ട് ബോൺ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ആണ്, ബട്ട് പ്രസന്റഡ് ആസ് ബാക്ക് പെയിൻ ആൻഡ് ഒക്കേഷണൽ ഹെഡ് ഏക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കലാണ് ഫസ്റ്റ്. അതാണ് നമ്മൾ ഈ ഒരു സംസാരത്തിൽ നിന്ന് ഫസ്റ്റ് മെസ്സേജ് കൊടുക്കാനുള്ളത്. ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ചിലപ്പം വളരെ നിസ്സാരമായിരിക്കും, ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ്സ് വിട്ട് കളയാണ്ടിരിക്കുക. പിന്നെ ഗോ ടു ദ കൺസേൺ ഡോക്ടർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് 100 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിസ്ക്, എല്ലാം നാളെ പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് നമുക്ക് ആരോടും പറയാറില്ല. ബിക്കോസ് 80% ആയിട്ടുള്ള ഡിസ്കിൻ്റെ അസുഖങ്ങളും തന്നെ റിഗ്രസ് ചെയ്യും. പക്ഷേ ഒരു 3 months നമ്മൾ റെസ്റ്റ് കൊടുത്തു, വേണ്ട പ്രോപ്പർ ടൈം ഉണ്ടെങ്കിൽ അതിലാണ് ഈ ആയുർവേദം നമ്മൾ ഈ പറയുന്ന ഒഴിച്ചിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. ഇതാണ് ആ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഡിസ്കിൻ്റെ നാച്ചുറൽ, നമ്മുടെ മുറി ഉണ്ടായാൽ തനിയെ കരിയും എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ടെൻഡൻസി ഉണ്ട്. ഡിസ്കുകൾ തന്നെ ഉള്ളിലോട്ട് ചുരുങ്ങി പാട കരിഞ്ഞു പോകാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ബോഡിക്കുണ്ട്. ഓൾവേസ് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ. സാഹചര്യമില്ല. അവിടെ നിന്നാണ് റെസ്റ്റ് അവർ എടുക്കേണ്ട റെസ്റ്റ് എടുക്കാണ്ട് വീണ്ടും ഗോ ബാക്ക്. ഒരു ഡ്രൈവർ അയാൾ എങ്ങനെ 3 മാസം റെസ്റ്റ് എടുക്കും? കണ്ടക്ടർമാർ അങ്ങോട്ട് ഏറ്റവും കാരണം അവർ ആ വണ്ടി ചാരി നിന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. ഇവർക്ക് ട്രെയിനിങ് പോകാൻ പറ്റില്ല. ട്രെയിനിങ് ഇങ്ങനെ ആ സ്വേയിങ്, അത് ഭയങ്കര പ്രശ്നം. സട്ടിൽ മൂവ്മെന്റ്സ് മതി, സിവിയർ പെയിൻ വരും. ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോഴേ 8 to 10 hours ഷോസ് ഉണ്ടാവും. ഞാൻ നിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു ഓവർ ആൻഡ് 100 ഒരു 5 എണ്ണം കഴിക്കേണ്ടാവും 8 hours അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ. ഇല്ലെങ്കിൽ ഒരു 2 hours എനിക്ക് 2 കാലിലേക്കും പെയിൻ എക്സ്റ്റെൻഡ് ആയി. ഈ ഫിലിം അവാർഡ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിഹേഴ്സൽ അടക്കം 3 ദിവസം ഫുൾ നിൽക്കാണ്. എനിക്ക് വന്ന് ഞാൻ ഓവർ ആൻഡ് 15 തുടങ്ങിയതാ. അത് എനിക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയണ്ടായിരുന്നില്ല. 3 എണ്ണമൊക്കെ കഴിച്ചാൽ പോലും പെയിൻ ഇതാത്ത അവസ്ഥ. ഒരു ദിവസം അമ്മയുടെ എല്ല് പൊട്ടിയിട്ട് അമ്മക്ക് ഭയങ്കര പെയിനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓവറാനാണല്ലോ എല്ലാത്തിനും ഞാൻ നോക്കി ഒരെണ്ണം കഴിച്ചോളൂ. 50 കഴിച്ചപ്പോൾ അമ്മയുടെ വേദന മാറി. ഞാൻ ഇതിൻ്റെ 100 3 എണ്ണം കഴിച്ചിട്ട് എൻ്റെ വേദന മാറുന്നില്ല. അതായത് എത്ര കാലമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കോൺട്രാസ്റ്റ് MRI എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു കിഡ്നിയുടെയും ലിവറിൻ്റെയും ഫങ്ഷനിങ് ടെസ്റ്റ്. ഞാൻ പക്ഷെ പോയി കാണും, ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം അത് ആ ഡയഗ്നോസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. MRIs എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 90% ഡയഗ്നോസ്. ഇതിന് ഇതുപോലെ മാജിക്കൽ സൊല്യൂഷൻ വല്ലതുണ്ടോ?
അവിടെയാണ് നമ്മുടെ ഈ ഒരു PLD എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നമ്മളിപ്പം തഹസിൻ പറഞ്ഞ പോലെ നമ്മൾ കോട്ടക്കിൽ ഫസ്റ്റ് ടൈം ഇൻ കേരള നമ്മളാണ് ഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാൻ പറ്റിയത്. നമ്മുടെ കോട്ടക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനും ഈ പറഞ്ഞ പോലെ ഫ്രീബർഗ് ജർമ്മനിയിൽ നിന്നാണ് ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ അന്ന് നാട്ടിൽ വന്നു. ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ അന്ന് ഇന്ത്യയിലായി വരുന്നുള്ളൂ. 2000 ബാക്ക് ഇൻ 2012 ട്രെയിനിങ്. 2014 ഇന്ത്യയിൽ അത് അക്സെപ്റ്റ് ചെയ്തത്. ഇറ്റ് കെയിം എസ് എ FDA അപ്രൂവൽ, ഇന്ത്യൻ അപ്രൂവൽ വന്ന് 17 ഞങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ കിട്ടാൻ. അപ്പൊ 5 വർഷം ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിനുള്ളിൽ നമ്മൾ ന്യൂക്ലിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഈ റേഡിയോ ഫ്രീക്വൻസി മിനിമൽ ഇൻവേസീവ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. 2017 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ PLD. അത് പെർക്യൂട്ടൈൻ, അത് വളരെ രസകരമായൊരു സംഭവമാണ്. അത് നമ്മൾ ഡിസ്ക് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യൽ തന്നെ വലിയ പാട്. പിന്നെ മയക്കിയിട്ട് നട്ടലിൻ്റെ നടുഭാഗം കീറി അല്ല രക്തം കണ്ട കറങ്ങുമെന്ന് പറഞ്ഞ ആളാണ്. സോ ദ പ്രോബ്ലം ഇസ് പേഷ്യൻ്റ് സർജറിക്ക് ഇപ്പം ഞാനാണെങ്കിൽ പോലും ബീങ് എ ഡോക്ടർ ഇറ്റ് സെൽഫ് ഇപ്പോൾ തഹസിൻ്റെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് നമ്മളത് സ്പൈൻ സർജറി, കാരണം അവളിപ്പോൾ 20ാമത്തെ തവണ ഞാൻ ആലോചിച്ചു കോംപ്ലിക്കേഷൻസ് വന്നാൽ ഇറ്റ് ഇസ് ഓൾ ആൻഡ് 100%. വന്നില്ലെങ്കിലോ ഒന്നുമില്ല. ബട്ട് യൂഷ്വലി സ്പൈൻ സർജറി പ്രസൻറ്റ് ഇറായിൽ തുറന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിലും കോംപ്ലിക്കേഷൻ ഇസ് 1 in 1000. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 100 ചെയ്യുമ്പോൾ ഒന്നേ ഇറ്റ് ഇസ് 100%. മനസ്സിലായില്ലേ? അത് എത്ര മിനിമൈസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോകത്തെമ്പാടും നമ്മൾ. ഇപ്പം ഇതിൽ പ്രധാന പ്രശ്നം അവക്കാണ് പെയിനെങ്കിലും മെന്റലി എനിക്കാണത് പ്രശ്നം. യു ആൻഡ് യുവർ ഫാമിലി എല്ലാവരും, അതൊരു വല്ലാത്ത മദർ, സിസ്റ്റേഴ്സ്, എവരിബഡി ഈസ് ഇൻവോൾവ്. ഹോൾ പ്രോസസ് ഇസ് ഇൻവോൾവ്. മനസ്സിലായില്ലേ? നമ്മൾ കുറച്ച് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വീട് അടച്ചു പോകേണ്ടി വരും. അതാണ് അവിടെയാണ് ഈ പ്രൊസീജിയർ ഞാൻ പറഞ്ഞ PLD ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കോട്ടക്കൽ മിംസിലെ നിഷ് പ്രൊസീജിയേഴ്സിൽ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുള്ള വളരെയധികം എക്സിബറൻ്റ് ആയിട്ട് ചെയ്തു വരുന്നൊരു പ്രൊസീജിയറാണ്. അതായത് പെർക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബാർഡ്. പേരൊന്നും കേട്ട് പേടിക്കണ്ട. തൊലിപ്പുറത്തൂടെ ഡിസ്കിൻ്റെ സർജറി നിർവഹിക്കുക. ഇത്ര ഉള്ളതിൻ്റെ മലയാളവൽക്കരണം തുറക്കണ്ട. അത് പേഷ്യൻ്റ് വിൽ ബി അവേക്ക്. നമ്മൾ മയക്കണ്ട. മറ്റേത് സ്പൈൻ സർജറിക്കും പേഷ്യൻറ്റിന് GA കൊടുക്കണം. അതായത് മറ്റേ കാര്യങ്ങളിലൊക്കെ മലർന്നാണ് കിടക്കുന്നെങ്കിൽ ഇതിൽ കമിഴ്ന്ന് കിടക്കണം. എക്സാക്ട്ലി. എനിക്ക് ബുദ്ധി ഭയങ്കര കൂടുതലാണ്, അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ കന്ന് കിടക്കുകയാണെങ്കിലും മയക്കിയിട്ടാ കിടക്കണേ. വേണമെങ്കിൽ ബാത്റൂമൊക്കെ വായിച്ചോണ്ട് കിടക്കാം. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഷോ യു ലേറ്റർ. ഒരു ഇസ്രായേലിൽ നിന്നൊരു പയ്യൻ വന്നിട്ട്, മലയാളി നേഴ്സാണ്. അവൻ ഇത് കേട്ടറിഞ്ഞിട്ട് സംഭവം ആ കോവിഡുള്ള സമയത്തൊക്കെ വന്നിട്ട് ഇവൻ ഞാൻ ഇപ്പോൾ സർജറി ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ മൊബൈൽ നോക്കി ഇവൻ നെറ്റ് സെർച്ച് ചെയ്യും. അവൻ പറഞ്ഞു, സാറേ ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം, എനിക്ക് അവിടെ ചെന്ന് അവന്മാരെ കൊണ്ടൊന്ന് കാണിക്കാനാണ്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു സർജറി ലോകത്തിപ്പം ഇസ്രയേൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യം. ഈയിടയ്ക്ക് മെറി ക്രിസ്മസ് ഒക്കെ അയച്ചിരുന്നു. അവൻ പറയുന്നത് ദേ ആർ നോട്ട് ഡൂയിങ് ദെയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്ന ഇസ്രയേലിൽ നിന്നാണ് അവർ പറയുന്നത്. ലോക്കലി ചെയ്യില്ല, പെയിൻഫുൾ ആണ്. അല്ല, അതാണ് അതിൻ്റെ പെയിൻ ഉണ്ടാക്കുന്ന 2 സ്ട്രക്ചേഴ്സാണ് ഈ ഡിസ്കിനുള്ളത്. ഒന്ന് ഈ സ്പൈൻ സർജറി, ഒന്ന് സ്കിന്നാണ്, തൊലി. 2 ഡിസ്കിനുള്ളിലോട്ട് കിടക്കുന്ന പാടുണ്ട്, ആനലസ് എന്ന് പറയും. ഇത് 2 ഉള്ളൂ യൂഷ്വലി പെയിൻ സ്ട്രക്ചർ. ഇത് 2 നമ്മൾ ലോക്കൽ നീഡിൽസ് കൊടുത്തിട്ട് അനസ്തീഷ്യ പല്ല് പറിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ കൊടുക്കുക. ഒരു പല്ല് പറിക്കാല്ലേ മൂക്ക്. അഞ്ജലി പല്ല് പറിച്ചിട്ട് 7 ദിവസം എൻ്റെ സിസ്റ്ററിലോ പല്ല് പറിച്ചപ്പോൾ ആദ്യം ചെയ്തത് എന്താ അറിയോ? അവൾ പോയി മൂക്കൂത്തി, ചെവി കുത്തി. കാരണം ഇതിനൊക്കെ കൂടെ ഒരു പെയിൻ. അവള് 20 ദിവസത്തേക്ക് പെയിൻ കില്ലർ കഴിക്കണ്ട അഞ്ചു. അപ്പൊ പിന്നെ മൂക്കും ചെവിയും ഒക്കെ അങ്ങോട്ട് ഒരുമിച്ച്. ഓക്കെ. അപ്പോൾ അത് എനിവേ ഈ ഒരു സ്പൈൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് ലോക്കലി ചെയ്യാൻ പറ്റുക പറയുന്ന ഒരു ഭയങ്കര ഒരു റെവല്യൂഷനായി സംഭവമാണ്. മെയിൻ നാഡിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സ്പൈനൽ കോഡിനെ വി ക്യാൻ വിഷ്വലൈസ്. അതായത് നമ്മളൊരു 4K ക്യാമറയിലാണ്, 4K ഒരു പ്രൊജക്ഷനിലാണ് ചെയ്യുന്നത്. 60 times മാഗ്നിഫൈ ചെയ്തിട്ട് ഒരു പെൻസിലിന്റെ വലിപ്പമുള്ളൊരു സ്കോപ്പ് കടത്തിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു 7 mm. ആദ്യം ഒരു നീഡിൽ കിടത്തും. ഒരു 1.2 mm നീഡിൽ നമ്മൾ ആ ഡിസ്കിനുള്ളിൽ മില്ലിമീറ്റർ ഒരു കമ്പ്യൂട്ടർ, അതായത് ഇമേജ് ഇൻറ്റൻസിഫയർ വഴി ആ ഡിസ്കിനുള്ളിലോട്ട് പൊസിഷൻ ചെയ്ത്. ഇതൊന്നും പെയിൻഫുൾ അല്ല. സ്കിന്നിൽ ലോക്കൽ കൊടുത്തിട്ട് കയറ്റുക, ഡിസ്ക് നമ്മളതാണെന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് ബാക്കിയൊക്കെ ചെറിയ ഡയലേറ്റഡ് ട്യൂബ്സ് വെച്ചിട്ട് ഡിസ്കിനുള്ളിൽ ട്രാക്ക് ഉണ്ടാക്കുക. ഈ പെൻസിലിൻ്റെ വലിപ്പമുള്ളൊരു സ്കോപ്പ് അതിനകത്തിടുക. ദെൻ യു ക്യാൻ സീ ദ ഹോൾ തിങ് ബ്ലോൺ അപ്പ്.
ഒരു 60 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ട് നമ്മൾ സ്പൈൻ കോഡ് കാണുന്നു, ഡിസ്ക് കാണുന്നു, അതിപ്പോൾ ഒന്ന് ഞരമ്പ് കാണുന്നു, തള്ളി പുറത്തു വന്ന് ഡിസ്ക് കാണുന്നു, ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ മെറ്റീരിയൽസ് കാണുന്നു. You fix it. ആൻഡ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്, വാട്ട് എവർ യു ക്ലിയർ എവറിത്തിങ് ഔട്ട്, കം ഔട്ട്. നോ സ്റ്റിച്ച് പോലും ഇല്ല, കാരണം 7 mm ഗ്യാപ്പ് വിൽ ക്ലോസ് ബൈ ഇറ്റ് സെൽഫ്. ഒരു ചെറിയ സ്കിൻ ഗ്ലൂ 7 mm. mm. ഡോക്ടർ എത്ര തവണ ഇത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് വി ഹാവ് ഡൺ 1100 കേസസ് ആൻഡ് പേഷ്യൻസ് ആർ എക്സ്ട്രീംലി ഗുഡ്. എൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഓൾഡ് ഏജ് കഷ്ടപ്പെടുന്ന നമ്മുടെ അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ സപ്പോസ് നിങ്ങൾ രണ്ടും ട്രാവലിംഗ് ആണ്, ഇപ്പോൾ വീട്ടിലാരും ഇല്ല. സപ്പോസ് യുവർ മദർ ഇസ് സ്ട്രക്ക് ബൈ ദിസ് ഡിസീസ്, അല്ലെ ഫാദർ, അവർക്ക് അവരുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പാല് വാങ്ങാനൊന്ന് മിൽമ വരെ പോകാൻ പറ്റുന്നില്ല, ഡെയിലി ഒന്ന് കഴുകാൻ വാഷ് ബേസിൻ വരെ എത്തിയിട്ട് മുഖം കഴുകാൻ പറ്റും. സഫറിങ്. എനിക്ക് ഒരാളെ അറിയാം, പിന്നെ വീടിന്റെ ചുമരില് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ആള്, അതിൽ പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ്, അത് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കെനാൽ സ്റ്റെനോസിസ് എന്ന് പറയും. നോർമൽ ഡിസ്ക് മാത്രമല്ല, ഡിസ്കിന്റെ ചുറ്റുപാടുമുള്ള ആവരണങ്ങൾ, അത് ആനുലസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വഷളായി. ഓൾഡ് ഏജ് അതെല്ലാം കൂടെ ചുരുങ്ങിട്ട് ഞരമ്പുകൾ ബ്ലോക്കാണ്. അപ്പോൾ ഡോക്ടർ, എന്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ ഇതിന്റെ ഒരു നോളജ് കുറവുകൊണ്ടാണ് ഇപ്പോഴും കൺസർവേറ്റീവ് മെത്തേഡ്സ് നോക്കി പോകുന്നത്? 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് ഫാമിലിയിലെ ഇൻഫ്ലുവൻസ്, മറ്റുള്ള ട്രീറ്റ് ചെയ്തവരെ എനിക്ക് അതുകൊണ്ട് ഗുണം കിട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് കുറച്ചുണ്ട്. അതെല്ലാം പൊക്കോട്ടെ. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആഫ്റ്റർ ഓൾ ദാറ്റ്, 8 വർഷമായിട്ട് ഡോക്ടറെ പെയിൻ ഉണ്ട്, അല്ലെ 10 വർഷമായിട്ട് പെയിൻ ഉണ്ട്. നൗ ഐ കനോട്ട് മൂവ് ഓൺ, ഐ ആം ഫെഡ് അപ്പ് ഓഫ് ദിസ്, ഗെറ്റ് റിഡ് ഓഫ് ദിസ് പെയിൻ. ഇതാണ് ആൾക്കാർ ഇപ്പോൾ വരുന്ന സ്റ്റേജ്. ആരും ഇന്നലെ ബാക്ക് പെയിൻ വന്ന ഡോക്ടറെ ഇന്ന് ബെൽഡ് ചെയ്ത് തരുമെന്ന് വെച്ചാൽ നോബഡി വിൽ കം. അപ്പോൾ ആ ഒരു പോപ്പുലേഷനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം. അതായത് ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും സർജറിയുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടും ബുക്കിംഗ്സ് ആർ ലൈക്ക് പെൻഡിങ് ഫോർ 3 months സർജറിക്ക്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന കാര്യം, ദ അക്സെപ്റ്റൻസ് ഓഫ് ദിസ് പ്രൊസീജിയർ ബൈ ദ പേഷ്യൻസ്, ദ റിലേറ്റീവ്സ്, ചെയ്തവർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങളതല്ല വേറെ പബ്ലിസിറ്റി കാര്യങ്ങളോ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ തന്നെ അല്ലേ ഈവൻ ഈ പ്രൊസീജിയർ ഇസ് ലൈക്ക് ഇന്ന് ചെയ്യുന്നു, വളരെ ഈ പറഞ്ഞ പോലെ ഡേ കെയർ. അതിന് 3 months ബുക്കിംഗ്. അതെ, 45 കിലോമീറ്റേഴ്സ് ചുറ്റളവിലുള്ള പേഷ്യൻസ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് വിതിൻ 1 hour നമുക്ക് നമ്മുടെ എമർജൻസിയിൽ എത്താൻ പറ്റുന്ന ഒരു പേഷ്യൻ്റ് ആണ്. വി ഡു ഇറ്റ് ഇൻ ദ മോർണിംഗ്, ഈവനിങ് ഡിസ്ചാർജ്. ഇപ്പോൾ പലരും ICU പോട്ടെ, കമ്മിങ് ഫ്രം ദ റൂം. അഡ്മിഷൻ ഇല്ലല്ലോ. ഡേ കെയറിന് ഇൻഷുറൻസ് ഉണ്ട്, ഒരു ദിവസം കിടത്തും. അല്ലെ കമ്മിങ് ഇൻ ദ മോർണിംഗ് 8 AM വർക്കപ്പ് ചെയ്യുന്നു 10 മണിക്ക്. ഇത് എക്സ്പെൻസീവ് ആണോ? കമ്പയർഡ് ടു നോർമൽ കൺവെൻഷണൽ സർജറീസ് ഇറ്റ് ഈസ് ചീപ്പർ. അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 lakhs കൂട്ടിക്ക്. സപ്പോസ് ഒരു നല്ല സെന്ററിൽ ചെയ്യണത് ദേ ചാർജ് യു 3 lakhs 5 lakhs. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഓവറാൻ വാങ്ങിക്കുന്ന കാശ് വരില്ല. ഓവറാന് 2 എഡ്ജ് ഉണ്ട്, കിഡ്നിയും പോകും. നോ മോർ ഓവറാൻസ്. അപ്പൊ നമുക്കത് ഈ പറഞ്ഞ കാര്യങ്ങള് അല്ല, ഈ ഓവർ എന്ന് പറയുന്ന സാധനം പെയിൻ കില്ലറാണ് കേട്ടോ. അത് എനിക്ക് നിങ്ങൾക്കും അറിയാത്ത, സോറി ഇവരിക്കും നമുക്കറിയാത്തോണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഡൈക്ലോഫെനാക് എന്ന് പറഞ്ഞാണ്. അതെന്താ സാധനം? ജനറിക് നെയിമാണ്, കെമിക്കൽ നെയിം. അത് നോട്ട് ജസ്റ്റ് ഓവറാൻ, വേറെ ഇതുണ്ട്. അതെ, ശ്രീരാഗ ഇവരിപ്പോ ഷോ ഓഫ് ചെയ്യാം. ജനറിക് നെയിം ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഭക്ഷണത്തിനെ പറ്റി സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. ഇല്ലേ, മൃണാളുമായിട്ട് തർക്കിക്കാനില്ല, ഫുഡിനില്ല. രണ്ടാമത്തെ പോയിന്റ്, ഞാനിത് സർജറി എന്ന് പറഞ്ഞപ്പോ തൊട്ട് ചെയ്യാതിരിക്കുന്ന അടുത്ത പോയിന്റ് എന്താ അറിയോ, ഞാൻ ഇങ്ങനെ ആലോചിക്കും, അപ്പൊ ഇത്രയും ഒന്ന് തുറക്കണമെങ്കിൽ ഇത്രയും പാട്, വേദനയല്ല, നമുക്ക് പേടി, കോംപ്ലിക്കേഷൻസ്. മീൻസ് സ്കാർ. ഒരു ബിക്കിനി ഇട്ടിട്ട് അതല്ല, ഒരു സാരി എടുക്കാൻ പറ്റില്ല, ആ സ്കാർ നാട്ടുകാര് ഇതിന്റെ സാരി എടുക്കാൻ പറ്റില്ല അല്ലേ? സാരി സത്യത്തിൽ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലേ? ബാക്ക് അതിലല്ല എന്റെ ഭംഗിയിരിക്കും. ഭംഗി. ഓക്കെ, എന്നിട്ട് സാരി എടുക്കുകയാണ്, അങ്ങനെ വേണം അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. അപ്പം ഈ പറഞ്ഞ പോലെ അത് അഞ്ജലി പറഞ്ഞ വളരെ ഒരു ഇമ്പോർട്ടന്റ് അഞ്ജലി എന്റെ പെങ്ങള. ഓക്കെ, അഞ്ജന പറഞ്ഞത് അൺമാരീഡ് ഗേൾസ് ലോട്ട് ഓഫ് ദം കം വിത്ത് ബാക്ക് പെയിൻ. ഈ പറഞ്ഞ ഡിസ്ക് പ്രൊലാപ്സ്, ലിസ്റ്റസ്, ജന്മനാനുള്ള സ്ലിപ്പ്. ഈ IT-കാരൊക്കെ ഇരുന്ന് പണിയെടുക്കുകയല്ലേ? ഇതൊക്കെ നമ്മുടെ കസിൻ ബാംഗ്ലൂർ, അവനും ഉണ്ട്, അവന്റെ ഭാര്യയും ഉണ്ട്. കണ്ടിന്യൂസ് സിറ്റിംഗ്. ഇപ്പൊ ഈ കൊറോണ വന്നപ്പോ കൂടി തോന്നുന്നു. ബിക്കോസ് പണ്ട് ഓഫീസ് ടൈം വർക്ക് ചെയ്താൽ മതി, ഇതിപ്പം വർക്കിംഗ് ഫ്രം ഹോം 24 hours. മറ്റത് പിന്നെ ഒന്ന് എഴുന്നേക്കുന്നുണ്ട് നമ്മൾ ഓഫീസ് വരെ പോകുന്ന ആ ഒരു പ്രോസസ്, ആ മൂവ്മെന്റ് ഇല്ല. ഇതിപ്പോ ലാപ്ടോപ്പ് സിസ്റ്റം, ഒരേ ഇരുത്തം 8 മണിക്കൂർ കണ്ടിന്യൂസ്. അതിന്റെ മുന്നിൽ തന്നെ ഭക്ഷണം,
സോ അത് അതിന് മുമ്പ് തന്നെ പിന്നെ എന്റർടൈൻമെന്റും പിന്നെ അത് കഴിഞ്ഞ് ക്ഷീണം ഉണ്ടല്ലോ, അതെ. ക്ഷീണം മാറാനുള്ള എന്റർടൈൻമെന്റും അവിടെ തന്നെയാണ്. അതെ. വേറെ ഒന്നുമില്ലല്ലോ, വേറെ എന്താ ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂസിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടെക്നോളജി ഹാസ് ഗ്രോൺ സോ മച്ച്. സ്കാർ ഉണ്ടാവില്ല കേട്ടോ, സ്കാറില്ല. സ്കാർ ഞങ്ങളൊരു അഡ്വാൻറ്റേജ്. ഒരു 17-year-old ഒരു കുറ്റിയെ ചെയ്തു. ആള് 12 വയസ്സ് മുതൽ ഇത് പഠിക്കുക, കളരി. ഇപ്പോൾ +2 കഴിഞ്ഞപ്പോൾ കോളേജ് ജോയിൻ ചെയ്തു. ഒരു 6 to 1 year ആയി കാണും സർജറി കഴിഞ്ഞിട്ട്. അവൾ കളരിയുടെ ആ വടിയൊക്കെ കഴിഞ്ഞിട്ട് സമ്മർസോൾട്ട് ചെയ്യുന്ന ഭയങ്കര ഫ്ലെക്സിബിൾ ഗേളാണ്. ഡിസ്ക് കള്ളി 1 year ആയിട്ട് 6 months ആയിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല. ഭാഗ്യത്തിനൊന്നും ഓൺലൈൻ ക്ലാസ്സുള്ള സമയമാണ്. അതൊക്കെ എഴുതി +2 പാസ്സായി. ബട്ട് കോളേജ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 17 വയസ്സുള്ളൂ നോക്കുന്നു. അത്രയും സീരിയസ് പെയിൻ. ഷീ കനോട്ട് മൂവ്. ഒരു കാല് ഫുള്ള് നമ്പാണ്, കാല് നിലത്ത് കുത്താൻ പറ്റില്ല. കാരണം ഡിസ്ക് MRI എടുത്തപ്പം ഡിസ്ക് ഇടതുവശത്തെ കാലിൽ പ്രസ് ചെയ്ത് നിൽക്കുക. അപ്പൊ ന്യൂറോ എഫക്റ്റ് യൂറിൻ പ്രോബ്ലം വരെ, അടിക്കടി മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ജെൻസിലാണെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു ട്രിബിളിംഗ് ഓഫ് യൂറിൻ, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അങ്ങനത്തെ വളരെ യങ് ആൾക്കാർ പലരും പറയാൻ മടിയാണ്. നമ്മളങ്ങോട്ട് ഓണപ്പ് ചെയ്ത് പറയുമ്പോൾ ഡോക്ടറെ ശരിയാണ് എനിക്കുണ്ട്, ലൈക്ക് ഒരു ഇറക്ഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ ആണെങ്കിൽ അവർക്കത് ചെക്കനത് പറയാൻ പറ്റണില്ല, ബാക്ക് പെയിൻ ആയിരിക്കും കാരണം. സോ അതൊക്കെ ഡയഗ്നോസ് ചെയ്യാന്നുള്ള ദാറ്റ് ചേഞ്ചസ് ദെയർ ലൈഫ് ബൈ എ സീ ചേഞ്ചാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് പറയുന്നത്, സോ അവർ ആ ഒരു മൊമെന്റിൽ തന്നെ റെഡി ആവുകയാണ്. പേഷ്യൻസ് ഡോക്ടർ ഇന്ന് ചെയ്യാൻ പറ്റും പല അല്ലേ ഡോക്ടർ ഇത് കംപ്ലീറ്റ്ലി റിലക്റ്റ്. ഞാനിങ്ങനെ ഡോക്ടറെ ഭയങ്കര സിവിയറായിട്ട് ഞാൻ ആദ്യം ആലോചിച്ച ഒറ്റ കാര്യമുള്ളൂ, രാവിലെ ഒന്നും എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ഈ ഇടയ്ക്ക് കോൾഡൊക്കെ ഉണ്ടാവില്ലേ, ചുമയൊക്കെ വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഞാൻ പെടുന്ന പാട്. എന്തിനു പറയണം, പ്രോപ്പറായിട്ട് നമുക്ക് രാവിലെ വാഷ്റൂംസ് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് യു ഹാവ് എ ഫോബിയ ഫോർ സർജറി, ഓപ്പൺ സർജറി, അഗ്രീഡ്, എല്ലാം ഞങ്ങൾ ഹൂ ഈസ് നോട്ട് ഹാവിങ് ദാറ്റ്. എനിക്കൊരു സർജറി ഒരിക്കൽ പറഞ്ഞതാ. ഞാൻ DM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കിഡ്നിയിൽ ചെറിയൊരു ഡയലറ്റേഷൻ ഉണ്ടായിട്ട് ഒരു സർജറി അഡ്വൈസ് ചെയ്തിരുന്നു. അത് സർജറി ഇല്ലാണ്ട് അത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന തപ്പി അതിന്റെ അൾട്ടിമേറ്റ്ലി ഒരു ഒപ്പീനിയൻ കിട്ടുമ്പോൾ ഞാൻ എടുത്തു. അല്ലേ, ആൾക്കാർ മുറിവൈദ്യന്മാരെടുത്ത് പോകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്, പേടിയാണ്. ഫിയർ ആണ്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് ബൈപ്പാസ് സർജറിയുള്ള കേസസ്, എത്രയോ കേസ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അവരോട് വരുമ്പോൾ തന്നെ പറയും ഇത് ബൈപ്പാസ് ചെയ്യേണ്ടത് തന്നെയാണ്, നിങ്ങൾ തയ്യാറാണോ? തയ്യാറല്ലാത്ത ഒരാളെ പിന്നെ പിടിച്ച് ടെൻഷനാക്കിയിട്ടൊരു കാര്യമില്ല. ടെൻഷനാക്കി എന്തായാലും ചിലപ്പോൾ പിന്നെ കാന്ത ചികിത്സയ്ക്കാകും പിന്നെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ അവരോട് പറയാ, എന്നാൽ ബൈപ്പാസ് ഒരു 100 നിൽക്കണമെങ്കിൽ ഒരു 90 വരെ എത്തുന്ന ഒരു ചികിത്സ ഉണ്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ. ചില കേസിൽ ആൻജിയോപ്ലാസ്റ്റി തന്നെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ട് അതിൽ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ബൈപ്പാസ് തന്നെ ചെയ്യേണ്ട കേസുകളുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ അവർ വൃത്തിക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അവർ നല്ല ഉഷാറായിട്ട് ജീവിച്ചുകൊണ്ട് അവിടെ അവർ പ്രഷറൈസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം. റൂട്ട് മാറി, കംപ്ലീറ്റ് റൂട്ട് മാറി. നമ്മുടെ ഒരു പേഷ്യന്റ് ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച TKR ഓൾഡ് ലേഡി, ഓർമ്മയുണ്ട്, വേറെ എവിടുന്ന ബൈപ്പാസ് 2 years down the line, she is extremely happy. കഴിഞ്ഞ ആഴ്ച വന്ന് 2 മുട്ടുമൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇത് ബൈപ്പാസ് പറഞ്ഞിട്ട് ചെയ്യാണ്ട് കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ആൻജിയോപ്ലാസ്റ്റി കുഴപ്പമില്ല, ബൈപ്പാസ് ആകുമ്പോൾ എല്ലാവരും ഭയങ്കര പേടിയാണ്. ഈ സ്പൈനിന്റെ സംഭവം ഇറ്റ്സ് ലൈക്ക് ദേ കം ഇൻ ദ മോർണിംഗ്, യു ഡു ദ പ്രൊസീജിയർ ആൻഡ് ദേ ക്യാൻ ഗോ ബാക്ക്. അതായത് ഈ ഏറ്റവും പ്രശ്നമുള്ള സർജറി ആയിട്ട് നമ്മൾ കാണുന്നതാണ്, അതായത് ഹാർട്ട് കഴിഞ്ഞാൽ സ്പൈനെ കാണുന്നതാണ്. അതാണ് നിങ്ങൾ സോൾവ് ചെയ്ത് തരാൻ, സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. സർജറി ഇസ് നോട്ട് സിമ്പിൾ, അത് പറയാണ്. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ട്രെയിനിങ്, ലോട്ട് ഓഫ് ഇൻപുട്ട്. പേഷ്യന്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് രാവിലെ വരുന്നു. അതായത് ഇവളാണെങ്കിൽ ഇപ്പൊ ഇവർക്ക് കളിക്കുടുക്ക മേടിച്ചിട്ട് അതിൽ കളർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കളർ ചെയ്ത് കഴിയുമ്പോൾ സർജറി കഴിഞ്ഞു, ഒരു കളിക്കുടുക്ക 45 minutes. അല്ല, ഇത് അഗൈൻ ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ നമുക്ക് മറ്റേ അനസ്തേഷ്യ വേണമെന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിലോ കാരണം ഈ സർജറിക്ക് നമ്മൾ അനസ്ജിയെ കൊടുക്കാറില്ല. കാരണം നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യന്റുമായിട്ട് സമ്പാദിച്ചുകൊണ്ടാണ്. കുറഞ്ഞോ പെയിൻ ഉള്ള പോയിന്റ് ഈ വേദനയാണോ വരുന്നത് എന്നൊക്കെ, ഈ വേദനയാണോ നേരത്തെ ഉണ്ടായിരുന്നത്, ഈ കാലിനാണോ? അല്ല, ഇപ്പൊ സെഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിതൊന്നും അറിയില്ല, ടെൻഷൻ ഇല്ല, they will be happily speaking. നമ്മളും അത് സെഡേഷൻ മീൻസ് ഫെന്റാനിൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഡോസ് കൊടുക്കും. നമ്മളൊരു
സബ്നോർമൽ ലെവൽ. അല്ല ബിക്കോസ് എന്റെയൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നെ BP കൂടും. ലോ BP എനിക്ക് ഹോസ്പിറ്റലിൽ കണ്ടു. അതിനുള്ള പ്രീമെഡിക്കേഷൻസ് ഒക്കെ റൂമിൽ നിന്ന് തന്നെ തന്നെ അത് നമ്മൾ ECG എടുക്കുന്ന ഇത് ഞാൻ സീരിയസ് ആയിട്ട് ലാസ്റ്റ് ടൈം ഞാൻ ലോ BP ഒക്കെ കണ്ട് തലയും ചുറ്റി നടന്നിരുന്ന മൂന്നാമത്തെ ദിവസം ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളും അവിടെ ചെന്ന് നോക്കുമ്പോൾ BP ഹൈ. എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ BP ഹൈ ആവാന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഓക്കെ. അത് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒരു 20% BP-ക്ക് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയണത് തന്നെ. വൈറ്റ് കോട്ട് കണ്ട അപ്പൊ BP അതുകൊണ്ടാണ് നിങ്ങൾ ടീഷർട്ട് ഇട്ട് നടക്കണേ. അതിന്റെ പേരാണ് വൈറ്റ് കോട്ട് എന്നാണ്. ശരിയാ, അങ്ങനെ ഒരു ടെർമിനോളജി ഉണ്ട്. ശരിയാ, ആ ഒരു പച്ച കളർ മറ്റേ സ്മെല്ല്. പിന്നെ മേലെ നോക്കുമ്പോ കുറെ കെട്ടുമ്പോത്തനെ BP കെട്ടാമ്പത്തിന് പേഷ്യന്റ് അപ്പൊ BP കൂടും അപ്പൊ കൂടും BP കൂടുവോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോഴേക്കും ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അടിപൊളി.